ഈ മുൻപൊരു കാലത്തും കാണാത്ത തരത്തിലുള്ള ഒരു വീറും വാശിയുമാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില വാർഡുകൾ പോലും കേരളം മുഴുവൻ അറിയപ്പെടുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്തുള്ള മുട്ടട വാർഡ് തന്നെ കേരളം മുഴുവൻ അറിയുന്ന ഒരു വാർഡായി മാറിയിരിക്കുകയാണ്. അപ്പം മുൻകാലങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, ഈ തദ്ദേശത്തിൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കത്തില്ല നിയമസഭയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ലോക്സഭ, മാറി മറിഞ്ഞായിരിക്കും ഫലം വരുന്നത്. പക്ഷേ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും ഒരുപക്ഷെ ഈ LDFൻ്റെ തുടർഭരണവും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർ വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ, പിന്നെ BJP കേരളത്തിൽ എത്രത്തോളം ഇടം പിടിക്കും എന്നുള്ളതും കാണാൻ പോകുന്നത് ഇതിലൂടെ ആയിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഏത് തരത്തിലായിരിക്കും വിലയിരുത്തിയാൽ? അല്ല, ആ കണക്കൂട്ടൽ ഏതാണ്ട് ശരിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ വീറും വാശിയും മാത്രമല്ല, തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിപ്പിക്കുന്ന ചൂടുള്ള വാർത്തകളും മസാല വാർത്തകളും അതുപോലെ തന്നെ കൊള്ളയുടെയും കൊലപാതകത്തിൻ്റെയൊക്കെ വാർത്തകളും കൂടി വന്നതോടുകൂടി വളരെ സജീവമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രചരണ ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലേക്ക് മുന്നണികൾ നീങ്ങാൻ തുടങ്ങി. കാരണം ഈ തെക്കൻ ഭാഗത്ത് ഡിസംബർ 9 തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇനി ഏതാണ്ട് ഒരാഴ്ച മാത്രമേ കഷ്ടിച്ചുള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഈ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മുമ്പ് നമ്മുടെ നാട്ടിലെ ഇത്തരം ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇത് ഈ പേഴ്സണൽ കോണ്ടാക്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന വിജയമാണ്. കാര്യം വാർഡിലുള്ള രീതി അങ്ങനെയാണ്, രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരു രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ ഒരു രീതി അസ്തമിക്കുകയാണെന്നാണ് നമുക്ക് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വളരെ സജീവമായ രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ തദ്ദേശ സ്ഥാപനത്തിലെ വികസനവും അവിടുത്തെ പദ്ധതികളും ഇതിനേക്കാൾ അപ്പുറം കൂടുതലായിട്ട് കേരളത്തെ പൊതുവായി ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂന്ന് മുന്നണിയൊക്കെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോരാട്ടം തന്നെയാണ്. CPM-നെ സംബന്ധിച്ചിട്ട് അവരുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്നുള്ള രീതിയിൽ പാർട്ടി അത് കാണുന്നില്ലെങ്കിൽ പോലും ജനങ്ങളത് കാണും. 10 വർഷം ഇവർ ഭരിച്ചതിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് പോലെ ഇതിനെ കാണാം. കോൺഗ്രസിൻ്റെ മറ്റ് തിരിച്ചുവരവിനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി 2026 നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കണം എന്നുള്ള താല്പര്യത്തിൽ അവർ ആദ്യമേ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുൻകൂറായിട്ട് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഇനി മറ്റു ഭാഗത്താണെങ്കിലോ BJP-യെ സംബന്ധിച്ചിട്ട് അവരുടെ പുതിയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലൊരു മൂന്നാം മുന്നണി, ശക്തമായൊരു മൂന്നാം മുന്നണിയെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള, ഇടതിനും വലതിനും പകരം നടുക്ക് ഒരു പുതിയൊരു മുന്നണിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സജീവമായിട്ടുള്ള തീപാറുന്ന തരത്തിലുള്ള പ്രചാരണവും വോട്ടുപിടുത്തവും പോരാട്ടവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. BJP ഏത് തരത്തിൽ എത്രത്തോളം മുന്നേറ്റം കുറിക്കുമെന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്ക് പലതരത്തിലുള്ള ഡാമേജ് സംഭവിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം. അതുപോലെ തന്നെ CPM-കാർക്ക് ശബരിമല വിഷയത്തിൽ ഈ വീടുകളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞവർ അതിനെയെല്ലാം പ്രതിരോധിക്കുമെന്നുള്ളതാണ്. അല്ല, അത് വലിയൊരു വിഷയമാണ്. കാരണം ഇപ്പോൾ ഈ അഡ്വാൻറ്റേജ് BJP-ക്ക് തന്നെയാണ്. കേരളത്തിൽ ആകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് BJP എന്ന് വെച്ചാൽ ജയിച്ചവരും അല്ലെങ്കിൽ വോട്ട് കിട്ടുന്ന അടിസ്ഥാനത്തിലല്ല, ജനങ്ങളുടെ മനോഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരോടൊരു മുൻതൂക്കം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ. അതിന് കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് CPM-ൻ്റെ നേതാക്കൾ ജയിലിൽ കിടക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അതിൽ അറസ്റ്റിലാവും എന്ന് വാർത്തകൾ പുറത്തു വരുന്നു, അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പടരുന്നു. മറുഭാഗത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും മോശം കാലാവസ്ഥയിൽ കൂടി കോൺഗ്രസ് വന്നു. ഇത്രയും ജീർണമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ പെണ്ണുപിടിയനായ ഒരു MLA-ക്ക് വേണ്ടി കോൺഗ്രസ് ഈ അടിയറവ് വയ്ക്കുന്ന, കോൺഗ്രസിൻ്റെ പാരമ്പര്യം അടിയറവ് വയ്ക്കുന്ന രീതിയിലേക്കുള്ള അവരുടെ പ്രവർത്തനം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനിരുന്ന ആളുകളിലും CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകളും ഒരു വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റൊന്ന് സദാചാരമായിട്ട് ബന്ധപ്പെട്ട രണ്ടും ആളുകളെ നേരിട്ട് സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അവരുടെ വാർഡിലെ സാധാരണ വിഷയങ്ങൾക്കുള്ള അവർ ഇതിന് രണ്ടിനും വലിയ പ്രാധാന്യം കൊടുക്കും. ഇപ്പോൾ ഒരു ഈശ്വര വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അനുഭാവികളുടെ ആളുകൾ മറിച്ച് ചിന്തിച്ചാൽ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ
ഈ പിന്നെ സദാചാരത്തിനും സ്ത്രീകൾക്ക് വലിയ മതിപ്പ് നൽകുന്ന കോൺഗ്രസിന് വോട്ടെടുത്ത ആളുകൾ ഈ രാഹുലിൻ്റെ വിഷയത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ആരാ? BJP തന്നെയാണ്. ഇപ്പോൾ BJP ആ അർത്ഥത്തിലാണ് BJPക്ക് ഒരു മുൻതൂക്കമുണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല അവരുടെ പ്രവർത്തനവും ഏതാണ്ട് അതേ രീതിയിലാണ്. ഈ മുൻതൂക്കത്തെ വോട്ടാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഏറ്റവും പിന്നെ പുതുതായിട്ടുള്ള ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. പിന്നെ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകുന്നു. അവരുടെ എന്താണ് ഓരോ വാർഡിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഈ എന്താണ് പ്രകടന പത്രിക പുറത്തിറക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസനം ബന്ധപ്പെട്ട് ഇവിടെയുള്ള പിന്നെ ബഹുമാനൻ്റെ വ്യക്തിത്വങ്ങളെ വിളിച്ചുകൂട്ടി അവരൊരു ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ എന്താണ് ഈ വികസന രേഖ അവർ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ BJP ബഹുദൂരം മുന്നിൽ, അത് പ്രചരണത്തിലായാലും ശരി, പിന്നെ പ്രകോപനത്തിലായാലും ശരി, അതുപോലെ ജനങ്ങളുടെ മനസ്സ് കവരുന്ന രീതിയിലായാലും ശരി, അവർ ബഹുദൂരം മുന്നിലാണ്. അതിൻ്റെ പിന്നിൽ കിതയ്ക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരുന്നത്. ആ കിതപ്പിൻ്റെ കൂടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടം വിഷയത്തോടെ കോൺഗ്രസും കിതയ്ക്കുകയാണ്. ഈ രണ്ട് വിഷയങ്ങളും ജനം വലുതായിട്ട് ചർച്ച ചെയ്യും. കാര്യം വീട്ടിൽ ചെന്ന് കാരണം നേരത്തെ ശബരിമലയിലെ കേസ് ചോദിച്ചതുപോലെ ചോദിക്കും, നിങ്ങളെ പിന്നെ പാർട്ടിക്കാർ പെണ്ണുപിടിയാനില്ലേ എന്ന് കോൺഗ്രസിനോട് ചോദിക്കുമല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇവർക്കിപ്പം തൽക്കാലം രക്ഷപ്പെട്ട് ആ ഒരു മാർഗ്ഗമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതാണ് വസ്തുത. ഇതിനകത്ത് നമ്മൾ LDFും UDFും സാധാരണ ചെയ്യുന്ന പോലുള്ള പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കി. അതായത് പ്രാദേശികമായിട്ടുള്ള മാലിന്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തെരുവുനായ പ്രശ്നം, വന്യജീവി ശല്യം, പ്രാദേശിക ടൂറിസം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് LDFും UDFും കൊണ്ടുവന്ന പ്രകടന പത്രിക. പക്ഷെ തിരുവനന്തപുരത്ത് BJP മുമ്പോട്ട് വെച്ചിരിക്കുന്നത്, ഇവിടെ അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിൻ്റെ ഒരു വികസന കുതിപ്പ് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പുതിയ പിന്നെ രാഷ്ട്രീയ തന്ത്രമല്ലേ ഇത്? തീർച്ചയായിട്ടും. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, ഇന്ത്യയിലെ എമ്പാടും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതിന് തർക്കമൊന്നുമില്ല. അത് ഏത് പാർട്ടികളാണ് ശരി. കട്ടിങ് അക്രോസ് പാർട്ടി ലൈൻ മോദി എന്ന് പറഞ്ഞ പ്രിയങ്കരനാണ്. ചില മേളിൽ നിൽക്കുന്ന നേതാക്കൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രഭാവം അംഗീകരിക്കുന്നവരാണ്. അദ്ദേഹം രാജ്യത്തിന് മുന്നോട്ട് രീതി അംഗീകരിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ മോദി തിരുവനന്തപുരത്ത് വരും, ഇത് പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളിൽ വലിയൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും സംഭവം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. മോദി വരുമില്ല എന്നുള്ള രണ്ടാമത്തെ കേസ്. പക്ഷെ ആ പ്രഖ്യാപനം രാഷ്ട്രീയമായ നേട്ടം BJP ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. മറ്റൊന്ന്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷം നടന്ന കൊടിയ അഴിമതി നോക്കൂ. 5 വർഷം കൊണ്ട് 10,000 കോടി രൂപയാണ് ബഡ്ജറ്റ് ഇനത്തിൽ കോർപ്പറേഷൻ കിട്ടിയിട്ടുള്ളത്. ഓരോ വർഷം 2,000 കോടി വെച്ചിട്ട് 10,000 കോടി രൂപ. ഈ 10,000 കോടി രൂപയിൽ എന്ത് വികസന പദ്ധതിയാണ് തിരുവനന്തപുരം നഗരസഭ വെച്ചത്? തിരുവനന്തപുരത്ത് വാസികൾ നോക്കേണ്ടതാണ്. എന്ത് വികസനമാണ് ഇവിടെ നടത്തിയത്? മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ടോ? ഇല്ല. ഈ പിന്നെ തെരുവുനായ്ക്കളുടെ പ്രശ്നം പരിഹരിച്ചോ? ഇല്ല. റോഡിൽ ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ്. ഏത് റോഡിൽ പോയി കഴിഞ്ഞാലും തെരുവുനായ്ക്കളുടെ പിന്നെ പേക്കൂത്താണ്. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ ഈ നായ്ക്കളെയൊക്കെ പിടിച്ച് ഷെൽട്ടർ ഹോമിലാക്കണം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ചെറുവിരലനയ്ക്കൂ ചെയ്തില്ല. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തെ ചുറ്റിയൊഴുകുന്ന തോടുകളും നദികളും ഈ പിന്നെ മനുഷ്യന് കാല് നനയ്ക്കാൻ പറ്റാത്ത രീതിയിൽ മാലിന്യത്തിന്റെ കൂമ്പാരായി മാറി. ആമഴിഞ്ഞ തോടൊക്കെ, കൊതുകിന്റെ ശല്യം, അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ, ഇതൊക്കെ ഈ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും നഗരസഭയിൽ നിൽക്കുന്നുണ്ടെന്നാണ്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ കഴിഞ്ഞോ? ഇല്ല. കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷം അഴിമതിയുടെ ഭരണമായിരുന്നു കൊല്ലം കോർപ്പറേഷൻ നടന്നത്. എന്തെങ്കിലും വികസനത്തിൽ അവിടെ നടന്നോ? അവിടെ നടന്നില്ല. തൃശ്ശൂർ കോർപ്പറേഷൻ, കൊച്ചി, ഏത് കോർപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. കഴിഞ്ഞ 5 വർഷം അവർ ഭരിച്ചതെന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയാണ് ഭരിച്ചത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. സ്വാഭാവികമായിട്ടും ഈ അഴിമതിയും ഈ സ്വജനപക്ഷപാതവും ഒക്കെയാണ് പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാവുന്നത്. അതാണ് BJP ചർച്ചാ വിഷയമാക്കുന്നത്. അതിൻ്റെ കൂടെ ഇവർക്ക് പിന്നെ അഡീഷണലായിട്ട് കിട്ടിയ ചില നേട്ടങ്ങളാണ് ഈ ശബരിമല കൊള്ളയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും. ഈ 2 വിഷയം കൂടെ ആവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ അങ്ങോളം LDFന് വലിയ തിരിച്ചടി ഉണ്ടാകും. 1. 2, കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിന്ന് കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിയും തോന്നില്ല. ലാസ്റ്റ് മിനിറ്റ് വരുന്ന ഇത്തരം വിവാദങ്ങളാണ് അവർക്ക് പ്രധാന പ്രശ്നം. 3-ാം സ്ഥാനത്ത് വലിയ പ്രതീക്ഷയോടെയാണ് BJP കാണുന്നത്. ഇടതും വലതും മതിയായി, ഇനി നിങ്ങൾ BJP പരീക്ഷിക്കും, 3-ാം മുന്നണിയെ പരീക്ഷിക്കും, NDA പരീക്ഷിക്കും എന്നുള്ള അവരുടെ ഒരു മുദ്രാവാക്യം ജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വലിയ ഇൻറോഡ്സ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് BJP നടത്തും എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.